സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രസക്തിയെ പറ്റിയാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ പൊതുവെ എപ്പോഴും നമ്മൾ പറയും അവര് വലിയ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, അധികാരമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലായ്പ്പോഴും അത് അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും, ഇപ്പൊ ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരാളെങ്കിലും വന്നിട്ട് നല്ല കാര്യം നമ്മളോട് പറയും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ തലപ്പം എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ സമയം പരാതികൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ശേഷം ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഇല്ലാത്ത ഒരു ജോലിയാണ് സംഘടനയുടെ തലപ്പത്തിരിക്കുക എന്ന് പറയുന്നത്. അത് ആത്യന്തികമായി അവസാനം അതിനുവേണ്ടി ജീവിതവും സമയവും ഒക്കെ മാറ്റിവെക്കുന്ന ആളുകൾ അവരുടെ ഏകോപനത്തിനുള്ള പ്രാവീണ്യം, അവരുടെ ശ്രമങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ, അവരുടെ വാക്കുകൾ, ഇതിന്റെ എല്ലാം ആകത്തുകയാണ് സംഘടന എപ്പോഴും രൂപീകരിക്കപ്പെടുന്നതും വലുതാവുന്നതുമല്ല. ലാഭത്തിന് എപ്പോഴും ഒരു തുല്യ പങ്കുണ്ട്. എല്ലാവരും അതിന്റെ ലാഭങ്ങൾ കൈക്കലാക്കും, എല്ലാവർക്കും അതിന്റെ ലാഭങ്ങളുണ്ട്. ഇപ്പൊ ഞാന് വെറും 2 മാസത്തേക്ക് എന്നോട് എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളുടെ സംഘടനയുടെ ഒരു കൺവീനർ ആകാം, അമ്മ സംഘടനയുടെ കൺവീനർ ആകാം എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ നിന്നുണ്ടായ ശത്രുതയുടെ പ്രത്യാഘാതങ്ങൾ ഞാൻ അനുഭവിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നെ എത്ര പേര് ഓടി വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. ആ സംഘടനയിൽ ഒരു 10 പേര് വിളിച്ചിട്ടുണ്ടാവില്ല എന്നെ. 10 പേര് എന്നെ അതിനകത്ത് എന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് വിളിക്കില്ല. പക്ഷെ സംഘടനയുടെ ലാഭം എപ്പോഴും എല്ലാവർക്കും